ഈ പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് ജോയി, TM സീമ, റഹീം ഉൾപ്പെടെയുള്ള വേദിയിലും താഴെ തലമുറുന്ന പുലിയോട് കൃഷ്ണനായർ ഉൾപ്പെടെയുള്ള കുടുംബ നേതാക്കളെ, യാത ലീഡർമാരായിട്ട് യാത നയിച്ച് സമാപന പരിപാടിയുടെ ഭാഗമായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന യാത ലീഡർമാരെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്ന ഉജ്ജ്വലമായൊരു സമരമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്നത്. വയനാടിൽ LDF-ന്റെ ഭാഗമായിട്ടുള്ള സമരം ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് കേന്ദ്ര സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ, ഏതാണ്ട് 300-ലധികം ആളുകൾ മരിച്ചു. നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. പുനരധിവാസത്തിന് 2000 കോടി രൂപയെങ്കിലും കേന്ദ്രം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ബാങ്കുകളിൽ നിന്ന് അവർ എടുത്ത കടം ദേശാധികൃത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി തള്ളണം എന്ന കാര്യവും, കേരള ബാങ്കിൽ നിന്നെടുത്ത കടം കേരള ഗവൺമെന്റിന്റെ അഭ്യർത്ഥന അനുസരിച്ച് അത് എഴുതി തള്ളിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ആ കുടുംബങ്ങളെ നിലനിർത്താൻ വേണ്ടി അവർ വാങ്ങിയ കടം എഴുതിത്തള്ളാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നെല്ലാമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടിനെ ശക്തിയായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ വർഷങ്ങളായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരണം തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷത്തിലധികമായി. മാസം കഴിയുമ്പോൾ ഏതാണ്ട് 9 വർഷം. 2026 മെയ്യിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPIM-ഉം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായിട്ട് നമ്മുടെ ശേഷി, കഴിവ് ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അർഹതപ്പെട്ട, കേരളം ഇന്നത്തെ ഇന്ത്യയുടെ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുള്ള സംസ്ഥാനമാണ്. ആ കേരളത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുക എന്നത് ശക്തിയുള്ള ഒരു കേന്ദ്രവും പ്രബലമായ സംസ്ഥാനങ്ങളും എന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഹിതം
കേന്ദ്ര ഗവൺമെന്റാണ് മുഴുവൻ ടാക്സും ഇപ്പോൾ പിരിക്കുന്നത്. GST വന്നതോടുകൂടി അതിന്റെ കൃത്യമായ വിഹിതം നമുക്ക് നൽകുന്നില്ല. അത് നൽകണം. ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്ന കണക്കനുസരിച്ചാണ് പണം നൽകുന്നത് എന്നാണ് അവർ പറയുക. 10ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 3.9% വിഹിതം ആളോഹരി അനുസരിച്ച് കേരളത്തിൽ ഇപ്പോഴ് 15ാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോൾ ലഭിക്കുന്നില്ല. 3.9 നിന്ന് കുറഞ്ഞ് ഇപ്പോഴ് 1.9% എത്തി നിൽക്കുകയാണ്. 1.9%. 2% സത്യം പറഞ്ഞാൽ കുറവാണ്. 3.9% എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 കേൾക്കുമ്പോൾ വിചാരിക്കും 3 ഉള്ളൂ, ഒരു കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ലക്ഷക്കണക്കിന് കോടിയാണ് ഉറുപ്പിക നമുക്ക് ലഭിക്കാറുള്ളത്. ശതമാനം പറഞ്ഞാൽ വ്യക്തത വരാതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് നമുക്ക് ഈ സന്ദർഭമാകുമ്പോഴേക്ക് 1,07,000-ലധികം കോടി ഉറുപ്പിക നമുക്ക് കിട്ടേണ്ടുന്ന പണം ഈ ആളോഹരി വരുമാനത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കി ധനകാര്യ കമ്മീഷൻ തരുന്ന പണം നമ്മൾ വലിയ രീതിയിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ഈ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അന്ന് CPIയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിലാണ് നടന്നത്. 1956 ജൂണിൽ നടന്ന ആ സമ്മേളനത്തിൽ വരാൻ പോകുന്ന കേരളത്തിലെ ഐക്യ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്, ആ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നതിന്റെ അസ്ഥിവാരം പടുത്ത നിലപാട് സ്വീകരിച്ചത് ആ സമ്മേളനമാണ്. ഈ കേരളത്തിന്റെ ജീവിതം, ജനങ്ങളുടെ ജനജീവിതം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റുന്നതിനു വേണ്ടി സാധിച്ച അടിത്തറ രൂപപ്പെടുത്തിയത് അന്നാണ്. 56 നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പ്രകടന പത്രികയായിട്ട് വെക്കേണ്ടുന്ന കാര്യം കൃത്യമായിട്ട് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിച്ചു. അത് പ്രകടന പത്രികയായി വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 1957 ഏപ്രിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന് മൗലികമായ കാര്യം, നിലവിലുള്ള VMS സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിച്ച ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്ക് അന്ത്യം കുറിക്കണം എന്നത്. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ മാറ്റുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? അതിന്റെ ഭാഗമായിട്ടാണ് 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന് ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഏപ്രിൽ 11 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനവും ഇപ്പോഴും ചിന്തിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് ഇറക്കി. ആ ഓർഡിനൻസാണ് ഭൂമിയിൽ നിന്ന് പാവപ്പെട്ട കുടിയെടുപ്പുകാരനെയും കുടിയാനെയും ഒഴിപ്പിക്കരുത് എന്ന് കുടി ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. യഥാർത്ഥത്തിൽ മനുഷ്യന് തന്റേടിയായിട്ട് ജീവിക്കാൻ ആരംഭം കുറിച്ചത് അവിടെയാണ്. ഒരാളെയും ഒഴിപ്പിക്കരുത്, ഒരു കുടിയാനെയും കുടിയെടുപ്പുകാരനെയും ഒഴിപ്പിക്കരുത്. നിയമനിർമ്മാണമൊന്നും നടന്നില്ല, അതിനു മുമ്പ് ഗവൺമെന്റ് പോയി. പക്ഷേ ആ ഓർഡിനൻസോടുകൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നിൽക്കാൻ ഒരിടമായി. അത്രയേ ഉള്ളൂ. ഭൂമിയെല്ലാം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല.
തന്റേടിയായ ഒരു ജനവിഭാഗമായിട്ട് കേരളീയർ മാറും. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ തുടങ്ങി എല്ലാ തലങ്ങളിലും എങ്ങനെയാണ് കേരളം മുന്നേറേണ്ടത് എന്നതിന് കൃത്യമായ ദിശാബോധം നൽകിയ ഗവൺമെന്റ് അതായിരുന്നു 57 ഗവൺമെന്റ്. 57 ഗവൺമെന്റിനെ അവർക്ക് സഹിക്കാനേ പറ്റിയിട്ടില്ല. സാമ്രാജ്യത്വം, നമ്മൾ വിചാരിക്കും ഈ അമേരിക്ക എന്ന് പറയുന്ന അതിവിപുലമായ സാമ്രാജ്യത്വ ശക്തി, ആയുധശേഷിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കരുത്തുള്ള രാജ്യം, അവർ ഇന്ത്യയുടെ ഇങ്ങേ ഭാഗത്തുള്ള ഒരു കേരളത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് പലരും ആലോചിച്ചു എന്ന് വരാം. കാരണം അമേരിക്ക അവിടെ വലിയ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ തലപ്പത്തിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ എന്തും ചെയ്യാൻ ചെയ്യാറുള്ള ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി തീവ്ര വലതുപക്ഷത്തിന്റെയും വലതുപക്ഷമായി ഇപ്പോഴവിടെ നിലകൊള്ളുകയാണ്. ആ സന്ദർഭത്തിലാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ 1957 സഹ VMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ നിലപാടുകളും നയങ്ങളും സ്വീകരിച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സ്വതന്ത്രന്മാരുടെയും സംയുക്തമായി നടക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ വെച്ച് പൊറിപ്പിച്ചുകൂടാ എന്ന നിലയിൽ എല്ലാ ജാതി മത സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സാമ്രാജ്യത്വവും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള വളരെ വൃത്തികെട്ട ഒന്നായിരുന്നു അന്നത്തെ വിമോചന സമരം. 57 ഗവൺമെന്റ് വരുന്നു, 59 ആകുമ്പോഴേക്ക് വിമോചന സമരം. ഞാനിത് ഇവിടെ എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2025 കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നമ്മൾ സമരം നടത്തുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ മുമ്പ് ചെയ്തതുപോലെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ സാമ്രാജ്യത്വ പിന്തുണ എല്ലാം ഉണ്ടെങ്കിലും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഭരണഘടനയുടെ കറുത്ത വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന്, BJP ഗവൺമെന്റിന് അവരാഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഈ ഗവൺമെന്റിനെ അന്നത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടുകൂടി അന്ന് പിരിച്ചുവിട്ടതുപോലെ ഇന്ന് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന് ഈ BJP ഗവൺമെന്റിനാവില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അത് ചെറിയ പ്രശ്നമല്ല, ആവില്ല. നിങ്ങൾക്ക് ഇവിടെ ഗവർണറൊക്കെ വീമ്പിളക്കിയിട്ടുണ്ട് മുമ്പ്, ഞങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാകും, ഒന്നും നടക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഗവൺമെന്റിനെ പിന്നെന്താ ചെയ്യുക? ഇതാ പ്രശ്നം. പിരിച്ചുവിടാനാവില്ല, പിന്നെന്താ ചെയ്യുക? പിരിച്ചുവിടാനാവില്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു സാമ്പത്തിക ഉപരോധത്തിലൂടെ പുതുതായിട്ട് GST ഉൾപ്പെടെ രൂപപ്പെടുത്തി നമുക്ക് കിട്ടേണ്ടുന്ന നികുതി പണമെല്ലാം അവർ തന്നെ പിരിച്ച് അവരുടെ ഔദാര്യം പോലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ മാത്രമേ നമുക്ക് നൽകുള്ളൂ എന്നുള്ള ഭരണഘടനാപരമായ ഒരു കാര്യവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി കേരള വ്യാപകമായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് കൂടി മുന്നിൽ വെച്ച് ശക്തിയായ സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ എന്നുള്ള കാര്യമില്ല ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വിശദീകരിച്ചവരാണ്, വിശദീകരണം കേട്ടവരാണ് നിങ്ങളല്ല. ഞാനതിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വ്യക്തതയോടുകൂടി നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദൽ സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു ബദൽ സംവിധാനമാണ് കേരളം. നമുക്കറിയുന്നതുപോലെ ഇന്ന് ലോകം പുതിയ സാമ്പത്തിക നയത്തെ ഒന്നുമല്ല പിൻപറ്റുന്നത്, പഴയ മുതലാളിത്ത സാമ്രാജ്യത്വ നയം തന്നെയാണ്. പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം കേട്ടതുപോലെ ഒരു ഘട്ടം വരെ മുതലാളിത്തം ഇങ്ങനെ രൂപപ്പെട്ട് ശക്തിപ്പെട്ട് വളർന്നു വരുമ്പോഴാണ്
രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആ ഘട്ടമെത്തിയപ്പോ ലോകവ്യാപകമായൊരു യുദ്ധം ആരംഭിക്കുന്നത്. അത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തന്നെയാണ് ഏറ്റുമുട്ടിയത്. അന്ന് സോവിയറ്റ് റഷ്യ ഉണ്ടെങ്കിലും സോവിയറ്റ് റഷ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സോഷ്യലിസ്റ്റ് രാജ്യം. ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സോവിയറ്റ് റഷ്യ ഉൾപ്പെടെ ചേർന്ന് ജനാധിപത്യ ചേരിയോടൊപ്പം നിന്ന് മുമ്പോട്ടേക്ക് പോയി. ഫാസിസത്തെ അതിന്റെ അതിശക്തിയായ രീതിയിലുള്ള പ്രഭാവത്തോടുകൂടി നിൽക്കുമ്പോൾ തന്നെ തകർത്തു. അതിന് നിർണായകമായ പങ്കുവഹിച്ചത് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സോവിയറ്റ് റഷ്യയിലെ ജനങ്ങളും ആ ഭരണകൂട സംവിധാനവും തന്നെയാണ്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ആറ്റം ബോംബ് ഉൾപ്പെടെ ഉപയോഗിച്ച് നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വർഷം നടത്തി തലമുറകളായി ആ മനുഷ്യരെ ശിക്ഷിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ വേണ്ടാത്ത രീതിയിൽ ആയുധപ്രയോഗം നടത്തിയത്. അന്നത്തെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ ശക്തിയായിട്ട് അവർ തന്നെയാണ് പരസ്പരം ഏറ്റുമുട്ടിയതെങ്കിൽ ഇപ്പോഴും ലോകത്ത് ഒരു പുതിയ രീതി ഉയർന്നു വരികയാണ്. നിയോഫാസിസം എന്ന പുതിയ തലം. നിയോഫാസിസം ഇപ്പോ ചർച്ചയാണ്, മാതൃഭൂമിയാണ് ആ ചർച്ച തുടങ്ങിയത്. എന്താണ് നിയോഫാസിസം, എന്താണ് ഫാസിസം? മാർക്സിസ്റ്റുകാർ ഫാസിസം ഉപേക്ഷിച്ചിരിക്കുകയാണോ? ഇപ്പോഴും ഫാസിസം അല്ലേ? ഇപ്പോഴും ഫാസിസമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, എങ്കിൽ ഈ സമരം നടക്കില്ല. അവരധികം വിശദീകരിക്കാനൊന്നും ഞാൻ പുറപ്പെടുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണ സംവിധാനവുമാകെ ഫാസിസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണകൂട വ്യവസ്ഥക്കെതിരായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന ഈ സമരമുണ്ടാവില്ല. അപ്പോ ഫാസിസമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ ഈ സമരമുണ്ടോ ഇല്ലയോ എന്നാണ്. ഉണ്ടോ? ഇത് മായ? ഈ സമരം മായയാണോ അല്ല നമുക്ക് തോന്നുന്നതാണോ? വസ്തുതാപരമായിട്ട് ഈ സമരം നടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ നടക്കുന്നു. അവിടെ കേന്ദ്രത്തിൽ 2 ദിവസമായ സമരമാണ്. കേരളത്തിലുടനീളം ഇന്ന് സമരമാണ്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്ന സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ പല ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ ഇപ്പോഴും നമുക്ക് അനുവാദമുണ്ട്. അതിന്റെ അർത്ഥം ഇന്ത്യ പഴയകാലത്തെ ഫാസിസത്തിന്റെയോ പുതിയ കാലത്തെ ഫാസിസത്തിന്റെയോ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. കുറെ ദിവസമായിട്ട് ചർച്ച തുടങ്ങിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണ വേണം. അതിപ്പോൾ കോൺഗ്രസുകാർ പറയുന്നത് ബിജെപിയുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അകത്ത് ഫാസിസം എന്നുള്ള പദം CPIM പ്രയോഗിക്കാത്തത് എന്ന് രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് രേഖ എവിടെയോ കണ്ടതോ പറഞ്ഞതോ ആരോ പറഞ്ഞതോ മനസ്സിലാക്കിയിട്ടോ ഇപ്പൊ ചില ആളുകൾ, ചില ബുദ്ധിജീവികൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിലൊന്നും തർക്കമില്ല. ഞങ്ങൾക്കിത് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങളുടെ ധാരണ എന്താ? CPIMന്റെ പാർട്ടി പരിപാടി 2000-ലാണ് സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തകർന്നു പോയതിനു ശേഷം, മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം പാർട്ടി പരിപാടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. കാലോചിതമായിട്ട് മാറ്റാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനം ചേർന്നത്. 1964-ൽ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 7ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കൽക്കത്തയിൽ ചേർന്ന് അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ പാർട്ടിയുടെ പരിപാടി, അത് എല്ലാ കാലവും മാറ്റുന്ന ഒന്നല്ല. പാർട്ടി പരിപാടി സാധാരണ രീതിയിൽ മാറ്റത്തിന് വിധേയമാവാതെ ഒരു കാലഘട്ടം വരെ മുമ്പോട്ടേക്ക് പോകുന്ന രേഖയാണ്. എന്നാൽ സാർവദേശീയ രംഗത്ത് വന്ന വലിയ മാറ്റം
ആ മാറ്റം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചു നമുക്ക് കാലോചിതമായിട്ട് നമ്മുടെ പാർട്ടി പരിപാടിയിൽ മാറ്റം വരുത്തണം. കാരണം സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് ക്യാമ്പും അതേപ്പറ്റിയെല്ലാമുള്ള പരാമർശങ്ങളുള്ള അതിന്റെ എല്ലാം ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു പാർട്ടി പരിപാടിയാണ് 1964 7ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൽക്കത്തയിൽ തയ്യാറാക്കിയ പാർട്ടി കോൺഗ്രസ് തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രേഖ. നമ്മൾ തീരുമാനിച്ചു അത് മാറ്റണം. കാരണം സോവിയറ്റ് റഷ്യയില്ല, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയില്ല. എന്നാൽ ജനകീയ ചൈനയുണ്ട്, വിയറ്റ്നാമുണ്ട്, ക്യൂബയുണ്ട്, ലാവോസ് ഉണ്ട്, വടക്കൻ കൊറിയയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രതിവിപ്ലവ ശക്തികൾ അതിശക്തിയായിട്ട് ചൈനയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു രേഖ തയ്യാറാക്കണം. സോഷ്യലിസത്തിന്റെ തകർച്ചയല്ല, സോഷ്യലിസം പ്രയോഗിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് എന്ന് കൃത്യതയോടുകൂടി ആ പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് പുതുക്കിയ പാർട്ടി പരിപാടിയുടെ ഭാഗമായി നമ്മൾ എത്തിച്ചേർന്ന നിഗമനം വ്യക്തമാക്കുകയും ചെയ്തു. ആ 2000 ചേർന്ന പാർട്ടി സമ്മേളനം ഇവിടെ ഈ തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടി അതിന്റെ 7-14 7ാമത്തെ അധ്യായത്തിന്റെ 14ാമത്തെ ഖണ്ഡിക. എന്താണ് RSS? RSSും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതൊന്നുകൂടി വായിച്ചു. പാർട്ടി പരിപാടിയുടെ ആകെ 8 അധ്യായമുള്ളത്. മുമ്പ് 9 ഉണ്ടായിരുന്നു. പുതുക്കിയപ്പോ അത് 8 ചുരുക്കി. 8ാമത്തത് പാർട്ടി കെട്ടിപ്പടുക്കലാണ്. 7ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ഖണ്ഡിക. അന്ന് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന RSSനെ പറ്റിയുള്ള BJPയെ പറ്റിയുള്ള വിശകലനമാണ്. പാർട്ടി പറഞ്ഞു RSSനാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അല്ലാണ്ട് BJP നയിക്കുന്നതല്ല RSS. RSSനാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. എന്നിട്ട് RSS എന്താണ് എന്ന് വിശദീകരിച്ചു. പാർട്ടി പറഞ്ഞു RSS എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു സംഘടനയാണ്. ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു സംഘടനയാണ് RSS. ആ RSSനാൽ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവിടെ അവസാനിപ്പിച്ചില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പറഞ്ഞു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് BJP. എന്തുകൊണ്ടാണ്? എല്ലാ ബൂർഷ്വാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ്. BJP അങ്ങനെയല്ല. BJPക്കകത്ത് അതിന്റെ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS ആണ്. ഹിന്ദുത്വ രാഷ്ട്ര സൃഷ്ടിക്കു വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപകടകരമാണ്. അത് പാർട്ടി പരിപാടിയുടെ ഭാഗമായി 7-14 ഈ പാർട്ടി അതിന്റെ പാർട്ടിയുടെ മാറ്റിയ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്ത, കാലോചിതമായിട്ട് മാറ്റിയ പാർട്ടി പരിപാടിയിൽ തന്നെ RSSനെ സംബന്ധിച്ചും BJPയെ പറ്റിയും RSSന്റെ പ്രത്യേകതയും അതിനെ നയിക്കുന്ന RSS നയിക്കുന്ന BJPയെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബൂർഷ്വാ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. മതമൗലികവാദ നിലപാടുകൾ സ്വീകരിച്ച് വർഗീയ ധ്രുവീകരണത്തിൽ പ്രവർത്തിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള ഈ BJP എന്ന് കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 2000-ലാണ് പാർട്ടി പരിപാടി പുതുക്കിയത്. ഇനിയിപ്പോഴും ചില ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ? BJPക്ക് അനുകൂലമായ നിലപാട് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ചിലര്. അത് കോൺഗ്രസാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ആദ്യം അത് പറഞ്ഞാലേ പൂർണ്ണമാവൂ. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റവും കടുത്ത ശത്രു ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. അത് നേരത്തെ പറഞ്ഞ പാർട്ടി പരിപാടിയിൽ പറഞ്ഞ RSSനാൽ നയിക്കുന്ന BJP തന്നെയാണ്.
ആ ശത്രുവിനെതിരായിട്ട് രാജ്യത്തെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെയും ഭാഗമായിട്ട് രണ്ടും. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കഴിഞ്ഞ 2-3 പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട രേഖയൊന്ന് പരിശോധിക്കണം. 22ാമത്തെ പാർട്ടി കോൺഗ്രസ്, ഇത് 23, 24 22ാമത്തെ പാർട്ടി കോൺഗ്രസിൽ നമ്മൾ പറഞ്ഞു, RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഫാസിസ്റ്റ് അജണ്ടകളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് 22ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത്. 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ മതധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തി കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് പ്രവണതയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ്. നേരത്തെ അജണ്ടയാണ്, ഇത് നിലപാടുകളാണ്. ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ ശക്തികളെയും ചേർത്ത് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കണ്ണൂർ സമ്മേളനം 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പറഞ്ഞു വെച്ചു. എന്നിട്ട് പാർട്ടി പറഞ്ഞു, ഈ BJPയെ എങ്ങനെയാണ് തോൽപ്പിക്കുക? ഈ വായിക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു നടക്കുന്ന ഈ കോൺഗ്രസുകാരോട് ഉൾപ്പെടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എങ്ങനെയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനാവുക? അതുവരെ തോൽപ്പിക്കാനാവില്ല എന്നാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ ധാരണ. 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഭരണകൂട വ്യവസ്ഥയുടെ പൊതുപ്രവണതയായ RSSന്റെ നേതൃത്വത്തിലുള്ള BJP കൈകാര്യം ചെയ്യുന്ന ഫാസിസ്റ്റ് അജണ്ടയിൽ നിന്ന് അത് നടപ്പിലാക്കാനുള്ള പ്രക്രിയയിലേക്ക് പോയ BJPയെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞു, ഇവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതാണ്, ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതാണ്, മത മൗലികവാദ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന്റെ പിന്നിൽ ഒരു അർത്ഥശാസ്ത്രമുണ്ട്. അതാണ് വിശകലനം ചെയ്തത്. ഇത് ദർശനാണല്ലോ. ഒരു അർത്ഥശാസ്ത്രമുണ്ട്. അർത്ഥശാസ്ത്രം എന്താ? അതാണ് പുത്തൻ കോളനി വ്യവസ്ഥ എന്ന് പിന്നീട് വിളിക്കുന്ന പുതിയ സാമ്പത്തിക വ്യവസ്ഥ. പുതിയ സാമ്പത്തിക വ്യവസ്ഥ, ആ പുതിയ വ്യവസ്ഥയാണ് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകതയാണ് 24ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ കണ്ടത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് 23ാം പാർട്ടി കോൺഗ്രസിൽ എങ്ങനെ BJPയെ തോൽപ്പിക്കാമെന്ന കാര്യം അടവ് നയമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതിന് വളരെ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസുകാർക്ക് തന്നെ ഈ ഗവൺമെന്റിനെ BJPയെ താഴെ ഇറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴാണ് സഖാവ് യെച്ചൂരി CPIMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി കൃത്യതയോടുകൂടി കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഈ ലൈൻ അവതരിപ്പിച്ചത്. എന്താ ലൈൻ? BJPയെ തോൽപ്പിക്കാം. എങ്ങനെ തോൽപ്പിക്കാം? വെറുതെ ഒരു സ്വപ്നം പോലെ തോൽപ്പിക്കാന്ന് പറഞ്ഞതല്ല. പാർട്ടി പറഞ്ഞു 67% ജനങ്ങൾ, 63 കൃത്യമായിട്ട് പറഞ്ഞ 63% ജനങ്ങൾ BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്തവരാണ് ഇന്ത്യയിൽ. അപ്പോ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് എത്രയാ? 37%. 37% ജനങ്ങൾ മാത്രമേ BJPക്ക് അനുകൂലമായിട്ട് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ളതാണ് പാർട്ടി കോൺഗ്രസ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസ് 3 കൊല്ലം മുമ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു, അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഈ 63% BJP വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കണക്കാക്കി ഓരോ മണ്ഡലവും മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയും BJP വിരുദ്ധ വോട്ട് പൂർണ്ണമായി ചേർത്ത് നിർത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി പാർട്ടി ആരാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു BJP വിരുദ്ധ
ഏകോപിത സ്ഥാനാർത്ഥിയായി ഓരോ സംസ്ഥാനത്തിലും എല്ലാ പാർട്ടികളും ചേർന്ന് ബിജെപിക്കെതിരായി ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോയാൽ ബിജെപിയെ തോൽപ്പിക്കാം. ഞങ്ങൾ അന്ന് പറഞ്ഞാണ് തോൽപ്പിക്കാം. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് നിതീഷ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമം CPIM-ന്റെ ജനറൽ സെക്രട്ടറി കൂടി മുൻകൈയെടുത്ത് നടത്തിയത്. നമ്മൾ പറഞ്ഞാൽ മുഴുവനാളും കേൾക്കില്ലല്ലോ. പ്രധാനപ്പെട്ട പ്രബലമായ പാർട്ടി എന്ന രീതിയിലാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ ഫലപ്രദമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ, അതുപോലെ തന്നെയുള്ള മുഴുവൻ കോൺഗ്രസ് അല്ലാതുമായ വിഭാഗങ്ങൾ മുഴുവനുമായിട്ട് ചേർന്ന് സംസാരിച്ച് ഒരു ഏകോപിതമായ രീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഇന്ത്യ എന്ന വികാരത്തോടുകൂടി നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കണം എന്ന നിലപാട് സ്വീകരിച്ച് വരുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ആദ്യം മനസ്സിലായത്. എന്താ, ഇത്രയെല്ലാം വന്നപ്പോൾ കോൺഗ്രസിന് ചെയർമാനാവണം. നിതീഷ് കുമാർ ഇവരെല്ലാം ബന്ധപ്പെടുത്തി ഒരു കൺവീനറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാം എന്ന ധാരണയിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഇടപെട്ട് പറയുന്നത് ഞങ്ങളുടെ പ്രസിഡന്റിനെ ഇതിന്റെ ചെയർമാനാക്കണം. അപ്പൊ കള്ളി മനസ്സിലായി നിതീഷിന്. അവസരവാദത്തിന്റെ അങ്ങേ തലയാണ് ഇവരെല്ലാം. നിതീഷ് മാത്രമല്ല, ഇവർ പലരും ഈ BJP എതിർക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ തന്നെ താല്പര്യം വളരെ പ്രധാനമാണ് ഓരോന്നിന്റെയും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. അപ്പൊ പറഞ്ഞു നിങ്ങളെ പരിഗണിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്ക് ചെയർമാനായിട്ട് വരട്ടെ, ആളുകൾ വരട്ടെ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവർ തക്കം നോക്കിയിരിക്കുകയാണല്ലോ. നിതീഷിന് മനസ്സിലായി കാര്യം പോക്കാണ്. കാരണം ഇതൊട്ടൊരു ശരിയായ രീതി വരികയും ചെയ്യില്ല. BJP-യിൽ നിന്ന് വിട്ടിങ്ങോട്ട് വരികയും ചെയ്തു. ഇനി എന്താണ് വഴി, ഭരണത്തിലേക്ക് പോകും, ഇതേ അവരാലോചിക്കുന്നുള്ളൂ. അവരെ രാഷ്ട്രീയതാണ്. അവരുടനെ തീരുമാനിച്ചു BJP ക്യാമ്പിലേക്ക് തന്നെ പോകാൻ. അപ്പോ നമ്മുടെ പത്രങ്ങളെല്ലാം എഴുതി അയ്യോ പോയി, ഒരു സാധ്യത വന്നതാണ്, മങ്ങിപ്പോയി, ഇനി രക്ഷയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും സീതാറാം യെച്ചൂരി തന്നെയാണ് പറഞ്ഞത് ഭയപ്പെടാനില്ല. നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ 37% വോട്ട് കിട്ടിയത് അന്നത്തെ മുന്നണിയുടെ ഭാഗമായി നിതീഷ് കുമാർ ഉൾപ്പെടെ BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. അപ്പൊ പുതുതായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. നമുക്കിനിയും സാധ്യതയുണ്ട്. ഈ 63% യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് പിന്നെ ഇന്ത്യ ബ്ലോക്ക് രൂപം കൊണ്ടത്. ആ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ഫലപ്രദമായിട്ട് അപ്പോഴും പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായോ? നമ്മൾ കണ്ടു തയ്യാറായിട്ടില്ല. കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ 2% വോട്ടിന്റെ കുറവേ ഉള്ളൂ ഇന്ത്യ ബ്ലോക്കിന്. 2% വോട്ട് 38 MP-മാർ കൂടി മാറിയിരുന്നുവെങ്കിൽ, കിട്ടിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു ഇന്ത്യയുടെ. BJP-യുടെ ഗവൺമെന്റ് ഇല്ല, BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. BJP ആഗ്രഹിച്ചതുപോലെ ഒരു ഹിന്ദുത്വ നാടാക്കി 2025 ആകുമ്പോഴേക്ക് RSSന്റെ 100ാം വാർഷികമാകുമ്പോഴേക്ക് ഈ ഇന്ത്യയെ പരിവർത്തനം ചെയ്യിപ്പിക്കാമെന്ന അവിടെ ഉന്നം തെറ്റി. ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ ഭാഗം പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിങ്ങനെയാണ്. 22ാം പാർട്ടി കോൺഗ്രസിലും 23ാം പാർട്ടി കോൺഗ്രസിലും ഇനി ഇപ്പോഴും നടക്കാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് അത് മാറ്റത്തിന് വിധേയമാണ്. ഇപ്പോഴത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൃത്യമായ ഒരു പദം ഉപയോഗിച്ചു. 22ാം പാർട്ടി കോൺഗ്രസിലും 23ാം പാർട്ടി കോൺഗ്രസിലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി പരിപാടിയുടെ 7 അധ്യായത്തിലെ 14ാം ഖണ്ഡികയിലും പറഞ്ഞതിൽ നിന്ന് അല്പ വ്യത്യാസത്തോടുകൂടി ഇന്നത്തെ ലോക പശ്ചാത്തലത്തെ വിശകലനം ചെയ്തിട്ട് ഒരു പദം ഞങ്ങൾ ഉപയോഗിച്ചു. ആ പദം എന്താ? ആ പദമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഫാസിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് RSS BJP സംവിധാനം ഇന്ത്യയെ നയിക്കുന്നത് എന്നാണ്. ഇത് കടുത്ത രീതിയിലുള്ള പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതിനേക്കാളും, പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞതിനേക്കാളും, 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതിനേക്കാളും, 23ാം പാർട്ടി കോൺഗ്രസിനെ പറഞ്ഞതിനേക്കാളും കൂടുതൽ അർത്ഥവത്തായ സാർവദേശീയ പശ്ചാത്തലം കൂടി ചേർത്ത് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ
പ്രത്യേകതയോടുകൂടി നിൽക്കുന്ന ഈ പുതിയ ഫാസിസ്റ്റിക് രീതിയെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് എന്നാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെച്ചത്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എന്താണ് ഈ പുതിയത് എന്ന്, നിയോ എന്നുള്ള പദം എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ സഹാക്കൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പാർട്ടി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം പാർട്ടി മെമ്പർമാർക്ക് മനസ്സിലാക്കാൻ എന്താണ് ഞങ്ങൾ നവഫാസിസ്റ്റ് അല്ലെങ്കിൽ നവഫാസിസത്തെ പറ്റി, നവഫാസിസ്റ്റിക് രീതിയെ പറ്റി ഒക്കെ പറയുന്നത് എന്നുള്ളതിന് ഒരു കുറിപ്പ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ തയ്യാറാക്കി താഴെ പാർട്ടി മെമ്പർമാർക്ക് നൽകി. ഇതാണ് മഹാരഹസ്യമായ ഒരു രേഖ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മാതൃഭൂമി വിശദീകരിച്ചത്. ഒരു രഹസ്യ രേഖയല്ല. അതായത് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അകത്ത് പുതുതായി ഉൾച്ചേർത്ത ഒരു പദവുമായി ബന്ധപ്പെട്ട് സഖാക്കൾക്കിടയിൽ ഒരു സംശയവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഒരു കുറിപ്പായി ആ പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ദേശീയാടിസ്ഥാനത്തിലും സാർവദേശീയാടിസ്ഥാനത്തിലും എന്തുകൊണ്ടാണ് ആ പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചത്. അതിങ്ങനെയാണ് വിശദീകരിച്ചത്. പറയുമ്പോ എല്ലാം പറഞ്ഞല്ലേ, എങ്ങനെയാ? ക്ലാസിക്കൽ ഫാസിസം, അതിനാണ് അങ്ങനെ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ കാണുകയും വിശകലനം ചെയ്തിട്ടുള്ള ഫാസിസം, നാസിസം, ഹിറ്റ്ലർ, മുസോളിനി, ഇതെല്ലാമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫാസിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, അവരോടൊപ്പം തെറ്റി നിൽക്കുന്നവരെ ഉൾപ്പെടെ ഗ്യാസ് ചാമ്പറിലേക്കിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന, അതിന്റെ പേരാണ് ഫാസിസം. അല്ലാണ്ട് പ്രകടനത്തിനെതിരായിട്ട് ഒരു കേസെടുത്തതല്ല. ലക്ഷക്കണക്കിന് മനുഷ്യരെ, ജൂതന്മാരെ കൊന്നൊടുക്കിയ ഏറ്റവും വൃത്തികെട്ട, ലോകം കണ്ട ഇതുപോലെ ഒരു കൊലപാതക ശൃംഖല രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായതുപോലെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അത്ര വലിയ രീതിയിലുള്ള കൊലപാതക സംവിധാനം ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത്. ക്ലാസിക്കൽ ഫാസിസം അതാണ്. നിങ്ങൾ ഇന്ന് ഫാസിസമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുയോഗം നടത്താൻ പറ്റില്ല, ജനാധിപത്യ സംവിധാനം പാടില്ല, പാർലമെന്ററി വ്യവസ്ഥ പറ്റില്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പറ്റില്ല, പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടക്കുകയാണ്, ലക്ഷത്തിനാണ് കൊല്ലുകയാണ്. അതാണോ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം? നിങ്ങൾ വെറുതെ ഒരു പദം ഉപയോഗിച്ചാൽ പോരല്ലോ. അതാണോ ഇന്ത്യയുടെ സാഹചര്യം? അല്ല. എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ പുതിയ സാഹചര്യം, ലോകത്തിന്റെ പുതിയ സാഹചര്യം? ലോകത്തിന്റെയും ഇന്ത്യയുടെയും പുതിയ സാഹചര്യം പുതിയ സാമ്പത്തിക നിലപാടുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ ഉൽപ്പന്നമായ നിയോ ഫാസിസത്തിൻ്റെതാണ്. അത് വെറുതെ നിയോ ഫാസിസത്തിനാണ് പറഞ്ഞാൽ പോരാ. നേരത്തെ ഞാൻ പറഞ്ഞ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തോടൊപ്പം തന്നെ അത് പഴയതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ള ശത്രുതാപരമായ വൈരുദ്ധ്യമായി മൂർച്ഛിച്ചു നിൽക്കുന്നില്ല. അതും കൂടി ഇതിന്റെ ഒപ്പം മനസ്സിലായാലേ പറ്റൂ. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം മുമ്പത്തെ പോലെ ശത്രുതാപരമായി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ അത് ശക്തി പ്രാപിച്ചു നിൽക്കുന്നില്ല. എന്നാൽ ലോകവ്യാപകമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി, ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി അത് സൃഷ്ടിച്ച പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് പുത്തൻ ഫാസിസം. അതിന്റെ ഉൽപ്പന്നമാണ് പുത്തൻ ഫാസിസം. അതിന്റെ ഒരു ഭാഗമാണ് പുതിയ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ പുതിയ ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളും നയങ്ങളും. ഇത് നമ്മൾ ഇവിടെ മാത്രം കാണുന്നതല്ല, ലോകത്തിലെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ പാർട്ടി മുമ്പ് വിശകലനം ചെയ്തതുപോലെ ഈ തീവ്ര വലതുപക്ഷം എങ്ങനെയാണ് വരുന്നത്? പുതിയ സാമ്പത്തിക നയത്തിന്റെ അനന്തരഫലമായ പ്രതിസന്ധിയെ ഉപജീവിച്ചുകൊണ്ട്, അത് പൂർണ്ണമായിട്ട് മുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ സ്വന്തം തന്നെ മുന്നോട്ടേക്ക് വെച്ച് തീവ്ര വലതുപക്ഷം മുന്നോട്ടേക്ക് വരികയും ജയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ അവസാനം ജർമ്മനി ഉൾപ്പെടെ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ജർമ്മനി ഉൾപ്പെടെ കാണുന്നത്. എന്നാൽ ആ പുതിയ ഫാസിസം പാർലമെന്ററി വ്യവസ്ഥ അവസാനിപ്പിച്ചോ?
അവിടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചോ? പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിൽ വെച്ചോ? ഗ്യാസ് ചാമ്പറിലിട്ട് മനുഷ്യരെ കൊന്നോ? പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെയില്ല. അതുകൊണ്ട് പഴയ ക്ലാസിക്കൽ ഫാസമല്ല, പുതിയ ഫാസം പുതിയ രീതിയിലാണ്. പാർലമെന്ററി സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. എന്നിട്ടോ പാർട്ടി വളരെ വ്യക്തമായിട്ട് ആ കുറിപ്പിൽ വിശദീകരിച്ചു. ഈ പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യ മുഖത്തെയും നിലനിർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് തന്നെ എങ്ങനെ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് പ്രവണത നടപ്പിലാക്കാം എന്ന കാര്യമാണ് BJP കൈകാര്യം ചെയ്യുന്നത്. അതാണ് നമ്മളിനി ഓരോന്നും നോക്കേണ്ടത്. നമുക്കറിയാലോ, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോഴും മിക്കവാറും RSSന്റെയും BJPയുടെയും കൃത്യമായിട്ടുള്ള താളത്തിന് തുള്ളുന്ന ശക്തിയായിട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെല്ലെ മെല്ലെ പടിപടിയായി ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ സാർവദേശീയ പശ്ചാത്തലത്തിൽ തന്നെ ഈ നിയോ ഫാസിസത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസ്റ്റിക് രീതിയിലുള്ള പ്രവണത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആ അജണ്ട കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോർപ്പറേറ്റുകളും കുത്തക മുതലാളിമാരും അതിന്റെ ഒപ്പം ചേർന്ന് ഹിന്ദുത്വ വർഗീയവാദികൾ, അതിന്റെ ഭാഗമായി അമിതാധികാര വാഴ്ച, അങ്ങനെയാണ് പാർട്ടി അതിനെ വിശകലനം ചെയ്തത്. അമിതാധികാര വാഴ്ച, അതിന്റെ പദപ്രയോഗമായിട്ടാണ് ഈ പറയുന്ന പുതിയ ഫാസിസ്റ്റ് സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പാർട്ടി പറഞ്ഞു. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കുറിപ്പ് കൊടുത്തത്. പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു കുറിപ്പ് കൊടുത്തത്. ആ കുറിപ്പ് രഹസ്യരേഖയാണ് എന്നാണ് മാതൃഭൂമിക്കാരൻ പറഞ്ഞത്. ഒരു രഹസ്യരേഖയുമല്ല. പാർട്ടി മെമ്പർഷിപ്പ് ഈ പറയുന്ന ഫാസവും ക്ലാസിക്കൽ ഫാസവും പുതിയ ഫാസവും, ആ പുതിയ ഫാസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളും, ആ സാഹചര്യത്തിന്റെ ഭാഗമായി ഞാൻ ഈ പറഞ്ഞ കുത്തക മുതലാളിത്തത്തിന്റെ, അതുപോലെ ഹിന്ദുത്വ അജണ്ടയുടെ, നേരത്തെ പറഞ്ഞ പുതിയ സാമ്പത്തിക നിലപാടിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഫാസിസ്റ്റിക് രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഫാസത്തിലേക്ക് എത്തിയെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞില്ല, ഇന്നും പറയുന്നില്ല. ഫാസിസത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. എന്നാൽ ഫാസിസ്റ്റിക് എന്നാണ് ഉപയോഗിച്ചത്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത്. അത് ഉദ്ദേശിക്കുന്നത് ഫാസിസ്റ്റ് പ്രവണതകളെ തന്നെയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു കടന്നാക്രമമാണ് ജനാധിപത്യ സംവിധാനത്തിനെതിരായി, മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായി, ഫെഡറൽ സംവിധാനത്തിനെതിരായി ഇന്ത്യയിൽ നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഫാസിസത്തിലേക്കല്ല, അല്ലെങ്കിൽ പുതിയ ഫാസിസത്തിലേക്കല്ല, പടിയായി ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അമിതാധികാര വാഴ്ചയുടെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്നാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായും അതിന്റെ കുറിപ്പിന്റെ ഭാഗമായിട്ടും വിശദീകരിച്ചത്. അപ്പൊ ഞാനിനി അതിന്റെ ഭാഗത്ത് കടക്കുകയല്ല. ഇവിടെ ഒരു കാര്യം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. അത് ഇങ്ങനെയാണ്: ഫെഡറൽ സംവിധാനം കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. അത് ഇന്ത്യ, നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്നില്ല. നമ്മുടെ അധികാര പരിധിയിലുള്ളത് കേരളത്തിന്റെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ, അങ്ങനെയാണ്. രണ്ട് ലിസ്റ്റ് അങ്ങനെയാണ്. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റൊന്ന് കേന്ദ്ര ലിസ്റ്റ്, മറ്റൊന്ന് സംയുക്ത പട്ടിക കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം, സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാം, പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. മറ്റൊന്ന് കേന്ദ്രത്തിന് മാത്രമുള്ളതാണ്, മറ്റൊന്ന് സംസ്ഥാനത്തിന് മാത്രമുള്ളതാണ്. ഈ സഹകരണമെല്ലാം സംസ്ഥാനത്തിന് മാത്രമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫെഡറൽ സംവിധാനത്തിന്റെ കഴുത്തിന് കത്തിവെച്ച് ഉപരോധം തീർത്ത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും പറയാതെ ഇവിടെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ടുന്ന ഏതാണ്ട് 1,07,000 കോടി രൂപ നഷ്ടപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് 2% പണമാണ് കുറച്ചത്. കഴിഞ്ഞ ഒറ്റ കൊല്ലം തന്നെ നമുക്കറിയുന്നത് പോലെ 57,000 കോടി രൂപ നമുക്ക് തന്നില്ല. ഒറ്റ കൊല്ലം 57,000 കോടി. 7,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സംയുക്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്രം തരേണ്ടുന്ന വിഹിതവും തന്നില്ല. 64,000 കോടി. നമുക്ക് പുതിയ ഒരു സംരംഭവുമില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും കേരളത്തെയും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെയും വലിയ രീതിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ തിരുത്തിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒറ്റയ്ക്ക് ഒരു സമരം നടത്തി മുന്നോട്ടേക്ക് പോവുക എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളമാകെ ഒറ്റക്കെട്ടാവണം. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേരള വികാരത്തോടൊപ്പം വേണം. ഇവിടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP നോക്കേണ്ട കാര്യമില്ല. കേരളത്തെ രക്ഷിക്കണം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണം. അതിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ശക്തി പകരുന്നതിന് പകരം ആ ഗവൺമെന്റിന്റെ ഒരു നിലപാടുകളും നടപ്പിലാക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല, നടപ്പിലാക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് കേരളത്തിന്റെ വിഹിതം നിരന്തരമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാജ്ഭവന്റെ മുമ്പിലും ഓരോ ജില്ലയിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലും നമ്മളിപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും നമുക്ക് ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സമരമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന്റെ ഒരു പൊതുസമരമാവണം, കേരളത്തിന്റെ ഒരു വികാരമാവണം. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എറണാകുളത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭക പ്രവർത്തനത്തിന്റെയും നിക്ഷേപ പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ടുള്ള ഒരു വലിയ സുമിറ്റ് നടന്നു. ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുമിറ്റായിരുന്നു. ഇപ്പോൾ ഓരോ സംസ്ഥാനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളമാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് വളർത്തണം. 26 രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിനിധികൾ പങ്കെടുത്തത്. 26 രാജ്യം. അവിടെ നിക്ഷേപകരുടെ ഒരു വലിയ കൂട്ടായ്മ, 2500-ലധികം ആളുകൾ. ആ നിക്ഷേപ കൂട്ടായ്മ കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ സഖാവ് രാജീവന്റെ ഒപ്പം തന്നെയാണ് ഞാൻ വന്നത്. രാജീവൻ പറഞ്ഞു ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഇപ്പോഴും വിളി വരികയാണ്. എന്താ ഇപ്പോഴത്തെ അവസാനത്തെ സ്ഥിതി? 1.52 ലക്ഷം കോടിയുടെ നിക്ഷേപം. 1.52 ലക്ഷം കോടിയുടെ നിക്ഷേപം കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു. അത് കേവലമായ ഒരു പ്രഖ്യാപനം മാത്രമല്ല, അന്നു മുതൽ ആരംഭിച്ചു. അതിനെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഏതെല്ലാം മേഖലയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതിന്റെ പണി അന്ന് ആരംഭിച്ചു. 2 ആഴ്ച കൊണ്ട് അത് ഒരു ഘട്ടത്തിലെത്തും. ഈ കേരളത്തെ നവീകരിക്കാനാണ്, കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഫലപ്രദമായി ഈ മൂലധന നിക്ഷേപം ഉപയോഗിക്കാനാണ്, AI ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വളർച്ച, വികാസം പൂർണ്ണാർത്ഥത്തിൽ മുമ്പോട്ടേക്ക് നയിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ശ്രമിക്കുന്നത്. CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേരത്തെ പറഞ്ഞു ഈ കേരളം ഒരു വിജ്ഞാന സമൂഹമാണ്. വിജ്ഞാന സമൂഹം എന്നിട്ട് പറഞ്ഞു ആ വിജ്ഞാന സമൂഹം ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ പറ്റി ആരും ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ഒരു സമ്പത്ത് വ്യവസ്ഥയെ പറ്റി കേട്ടിട്ടില്ല. ഇപ്പോഴും ഈ AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായി സമൂഹത്തിന്റെ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് വ്യാവസായിക ശൃംഖലയിൽ എല്ലാ അർത്ഥത്തിലും ആയിരക്കണക്കിന്, ഇപ്പോഴാണെങ്കിൽ 2,30,000-ലധികം വരുന്ന പുതിയ സംരംഭകർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 കൊല്ലം കൊണ്ട് 2,30,000-ലധികം. അത്രയും സംരംഭക പ്രവർത്തനമാണ്. അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ 1,52,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം. അതിന് പുറത്തു വരുന്ന പുതിയ എൻക്വയറി. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ഭാഗത്ത് നമുക്കറിയാം കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് വഴി മംഗലാപുരത്തേക്ക് ഒരു കോറിഡോർ, വ്യാവസായിക കോറിഡോർ. ഇത് പറയാനുള്ളൊരു പദമല്ല, വരാൻ പോവാണ്. അതേപോലെ കൊച്ചിയിൽ നിന്ന് തുടർന്ന് തൃശൂർ, അതിന്റെ അപ്പുറത്ത് പാലക്കാട്, ഒപ്പം ചേർന്ന് കോയമ്പത്തൂരേക്ക് ഒരു വ്യവസായ ഇടനാഴി കോറിഡോർ. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പൊ തന്നെ എടുത്തു കളഞ്ഞു പാലക്കാട് ഉൾപ്പെടെ. വലിയ വ്യവസായ ശൃംഖലയാണ്. അതിന് പണമില്ല എന്ന് പറയേണ്ട കാര്യം നമുക്ക് മുമ്പിലില്ല. പണമുണ്ട്. നമ്മൾ കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പ് പറഞ്ഞാണ്. അപ്പൊ പലരും ചോദിച്ചു എവിടെ പണം എന്ന്. സഖാവ് പിണറായി പറഞ്ഞു നമുക്ക് എത്രയാണോ പണം അത്രയും പണം തരാൻ ഈ ലോകം തയ്യാറുണ്ട് എന്ന്. അപ്പൊ പലരും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴാ മനസ്സിലായത് തരാൻ തയ്യാറുണ്ട് എന്ന്. പശ്ചാത്തല സൗകര്യ വികസനം ഉൾപ്പെടെ അത് ഗവൺമെന്റിന്റെ ബാധ്യത പോലെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം.
വിഴിഞ്ഞം പോർട്ട് അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. കൊച്ചി പോർട്ടിനെ ശക്തിപ്പെടുത്താം. ലോകോത്തരമായ രീതിയിലുള്ള പുതിയ വ്യവസായ ശൃംഖലകൾ രൂപപ്പെടുത്താം. പുതിയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാം. പുതിയ പുതിയ തലത്തിലേക്ക് നമ്മൾക്ക് ഈ കേരളത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. പണ്ട് പറഞ്ഞ പോലെ ദാരിദ്ര്യം അവസാനിപ്പിക്കും, എല്ലാവർക്കും വീട് നൽകും, വിദ്യാഭ്യാസം ലോകോത്തരമാവും, ആരോഗ്യരംഗത്ത് ലോകത്തിന് വിസ്മയം തീർക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം നിന്നുകൊണ്ട്, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തന്നെ പുതിയ തലത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള 10-20 വർഷം കഴിയുമ്പോഴേക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃകയാവുന്ന വികസിത രാജ്യങ്ങളുടെ, അർദ്ധവികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അഹോരാത്രമായ ശ്രമമാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തുരങ്കം വെക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് UDF എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടുകളൊക്കെ മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏക മനസ്സോടെ, കേരള വികാരത്തോടെ നമുക്ക് കേരളത്തെ സംരക്ഷിക്കാൻ, കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണനക്കെതിരായി രാജ്യവ്യാപകമായ പോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും എല്ലാം ശാക്തീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം. ഈ കാലഘട്ടത്തിന്റെ ദൌത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലർപ്പിച്ച ഈ കേരളീയ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടം കേരളത്തിന്റെ ഒറ്റ മനസ്സായിട്ട് തന്നെ മുമ്പോട്ടേക്ക് നയിക്കും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട്